ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും വരികയാണ്. കുറച്ച് എക്സാമൊക്കെ ആയ തിരക്കിലായിരുന്നു ഈ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയത്. ഇനി മുമ്പോട്ട് നമ്മൾ തുടരെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇത് നമ്മുടെ ടു ലൈഫ് പ്രോസസ്സസ് എന്ന് പറയുന്ന ചാപ്റ്റർ 1 ലാസ്റ്റ് പാർട്ടായിട്ടുള്ള ഷോർട്ട് നോട്ടാണ്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അതിനു മുമ്പായിട്ടൊരു കാര്യം പറയാനുണ്ട്. ഈ ഷോർട്ട് നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് കേട്ടതിൽ വളരെയേറെ സന്തോഷമുണ്ട്. അപ്പോൾ വീണ്ടും നിങ്ങളുടെ ഓരോ സപ്പോർട്ടുകളും പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്കൊന്ന് ക്ലാസ്സിലേക്ക് പോയാലോ? ഈ ലാസ്റ്റ് പാർട്ടിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ടും പഠിക്കാനുള്ളത് ഫോട്ടോസിന്തസിസ്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പം നമുക്കറിയാം അല്ലേ, എന്താണ് ഫോട്ടോസിന്തസിസ്? ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് പ്ലാന്റ്സ് മേക്ക് ഫുഡ്. അതായത് നമുക്കറിയാം ഈ പ്ലാന്റ്സ് ഫുഡ് ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. ആൽഗെ ആൻഡ് ദ ബ്ലൂ ഗ്രീൻ ആൽഗെ വിച്ച് ആർ പ്രോകാരിയോട്സ് ഒബ്റ്റെയിൻ ന്യൂട്രിയൻസ് ത്രൂ ഫോട്ടോസിന്തസിസ്. അതേപോലെ നമ്മുടെ പ്ലാന്റ്സ് പോലെ മറ്റുള്ള ഈ ഫോട്ടോസിന്തസിസിലൂടെ ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാരാണ് ഈ ആൽഗെ എന്ന് പറയുന്നതും ബ്ലൂ ഗ്രീൻ ആൽഗെ എന്ന് പറയുന്നതും. ആൽഗെ എന്ന് പറഞ്ഞാൽ ഒരു യൂക്കാരിയോട്ടിക് ഓർഗാനിസം ആണ്. നമുക്ക് ഫ്രഷ് വാട്ടറിലും സാൾട്ട് വാട്ടറിലും ഒക്കെ കാണുന്ന ഒരു യൂക്കാരിയോട്ടിക് ഓർഗാനിസം ആണ് ആൽഗെ എന്ന് പറയുന്നത്. ഈ ആൽഗയും ഫോട്ടോസിന്തസിസ് വഴി അവർ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. അതേപോലെ ബ്ലൂ ഗ്രീൻ ആൽഗെ എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ സയനോ ബാക്ടീരിയ എന്നും പറയും. അവരൊരു പ്രോകാരിയോട്ടിക് ഓർഗാനിസം ആണ്. ഇത് നമുക്ക് കൂടുതലായിട്ടും ഫ്രഷ് വാട്ടറിലൊക്കെ കാണുന്നത്. അപ്പോൾ ചിലപ്പോൾ ഈ ഉപ്പുള്ള വെള്ളത്തിലും നമുക്ക് സാൾട്ട് വാട്ടറിലും കാണാൻ പറ്റും. കുറച്ച് ഉപ്പുള്ള ഏരിയാസിലും ഈ ബ്ലൂ ഗ്രീൻ ആൽഗേനെ കാണാൻ പറ്റും. അപ്പോൾ ഇവരും എങ്ങനെയാണ് ഫുഡ് ഉണ്ടാക്കുന്നത്? ഈ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ്. അപ്പോൾ ഇവിടെ ഞാൻ ആൽഗേൻ്റെയും ബ്ലൂ ഗ്രീൻ ആൽഗേൻ്റെയും പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നുമില്ല, ജസ്റ്റ് ആൽഗെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു നമ്മുടെ കുളത്തിലൊക്കെ കാണുന്ന ഒരു പായൽ എന്ന് പറയുന്ന സംഭവമല്ലേ, അതെന്നാണ് ഈ ആൽഗെ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ ഫുഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഫോട്ടോസിന്തസിസിലൂടെയാണ്. ഇനി നമ്മൾ മെയിനായിട്ട് പഠിക്കേണ്ട കാര്യമാണ് സ്ട്രക്ചർ ഓഫ് ക്ലോറോപ്ലാസ്റ്റ്. അപ്പം നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിട്ടുണ്ട് അല്ലേ സ്ട്രക്ചർ, അതേ പിക്ചറാണ് ഇവിടെ കൊടുത്തത്. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു പിക്ചർ ആയതുകൊണ്ടാണ് ഇവിടെ കൊടുത്തത്. അപ്പോൾ എന്താണ് ഇവിടെ ആദ്യം ഒരു ലീഫിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ, ഈ പച്ച കളറിൽ കാണുന്ന ലീഫിൻ്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ആ ലീഫിൽ നിന്നും ഒരു ആരോ മാർക്ക് ഇട്ടിട്ടുണ്ട്. അതായത് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഉള്ളിലുള്ള ഒരു പാർട്ടാണ്, അതാണ് കാണിക്കുന്നത്. എന്താണ്? രണ്ട് സൈഡിലായിട്ട് എപ്പിഡെർമൽ സെൽസ് ഉണ്ട്, നടുവിൽ മീസോഫിൽ സെൽസ് ഉണ്ട്, ദെൻ സ്റ്റൊമാറ്റ ഉണ്ട് അല്ലേ. അപ്പോൾ ഒരു ലീഫിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? രണ്ട് സൈഡിലും എപ്പിഡെർമൽ സെൽസ് ഉണ്ടാവും, നടുവിൽ മീസോഫിൽ സെൽസ് ഉണ്ടാവും, സ്റ്റൊമാറ്റ ഉണ്ടാവും. സ്റ്റൊമാറ്റ എന്ന് പറഞ്ഞാൽ ഈ ഗ്യാസ് എക്സ്ചേഞ്ചിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഈ ലീഫിൽ കാണുന്ന ചെറിയ ചെറിയ ഓട്ടകളാണ്, ഹോൾസ് ആണ് ഈ ഒരു സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. അതിലൂടെയാണ് ഗ്യാസ് എക്സ്ചേഞ്ചും മറ്റു പ്രോസസ്സൊക്കെ നടക്കുന്നത്. അപ്പം എന്തൊക്കെ ഉണ്ട്? എപ്പിഡെർമൽ സെൽസ് ഉണ്ട്, മീസോഫിൽ സെൽസ് ഉണ്ട്, സ്റ്റൊമാറ്റ ഉണ്ട്. അപ്പം ഈ മീസോഫിൽ സെൽസിൽ കാണുന്ന പാർട്ടാണ് ഏത്? ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്ലോറോപ്ലാസ്റ്റ് ആണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട കാര്യം. കാരണം ഈ ഒരു ക്ലോറോപ്ലാസ്റ്റിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്? ഈ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ ക്ലോറോപ്ലാസ്റ്റിൻ്റെ പാർട്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഓർത്ത് വെക്കണം, നമ്മൾ പഠിക്കണം. ഏതൊക്കെയാണ്? അതിനൊരു ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്. നമ്മൾ സെല്ലിനെ കുറിച്ച് പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെല്ലിൻ്റെ പുറത്ത് എന്തുണ്ട്? ഒരു സെൽ മെംബ്രെയിൻ ഉണ്ട്, അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്. അതെന്തിനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഈ ഉള്ളിലുള്ള സൈറ്റോപ്ലാസത്തിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാണ് അല്ലേ, സംരക്ഷിക്കുകയാണ് അല്ലേ. അപ്പോൾ ഒരു ഷേപ്പൊക്കെ ഈ ഒരു സെല്ലിനൊരു ഷേപ്പൊക്കെ കൊടുക്കുകയാണ് ആര് ചെയ്യുന്നത്? സെൽ മെംബ്രെയിൻ കൊടുക്കുന്നത്. അതേപോലെ തന്നെയാണ് ഇവിടെ ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്. ഈ ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഒരു ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്. പിന്നെ എന്തുണ്ട്? ഒരു ഇന്നർ മെംബ്രെയിനും ഉണ്ട്. അതായത് ഈ ഔട്ടർ മെംബ്രെയിൻ്റെ തൊട്ട് ഉള്ളിലായിട്ടുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇന്നർ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഇനി എന്തുണ്ട്? സ്ട്രോമ ഉണ്ട്, അതേപോലെ സ്ട്രോമൽ ലാമെല്ല ഉണ്ട് അല്ലേ. അപ്പോൾ സ്ട്രോമ എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഫ്ലൂയിഡ് പാർട്ടാണ്. അതായത് വെള്ളം പോലെ നിൽക്കുന്ന വെള്ളത്തിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഉള്ള ഒരു പാർട്ടാണ് എന്തെന്ന് പറയുന്നത്? സ്ട്രോമ. നമ്മൾ സെല്ലിൻ്റെ കേസ് പറഞ്ഞു, സെല്ലിൻ്റെ ലിക്വിഡ് പാർട്ട് അല്ലെങ്കിൽ ഫ്ലൂയിഡ് പാർട്ടിനെ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞില്ലേ. അതേപോലെ ഈ ഒരു ക്ലോറോപ്ലാസ്റ്റിലും അതേപോലെ ഒരു ഫ്ലൂയിഡ് പാർട്ട് ഉണ്ട്. അതിൻ്റെ പേരെന്താണ്? സ്ട്രോമ. പിന്നെ മറ്റൊരു പാർട്ടാണ് സ്ട്രോമൽ ലാമെല്ല.
ഇനി എന്തുണ്ട്? ഗ്രാന ഉണ്ട് അല്ലെ. ഗ്രാന എന്ന് പറഞ്ഞാൽ സ്റ്റോക്സ് ഓഫ് തൈലക്കോയിഡ്സ് ക്ലോറോഫിൽ ഈസ് തീൻ. അതായത് ഈ തൈലക്കോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മെംബ്രെയിൻ സാക്സ് ആണ്. ഇതിൽ കാണുന്ന ഒരു മെംബ്രെയിൻ സാക്ക് ആണ്. ഇങ്ങനെ ഒരു കോയിൻ അട്ടിക്ക് വെച്ചോണെ കാണുന്നില്ലേ അല്ലെ? അതിലുള്ള ഒരു കോയിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? തൈലക്കോയിഡ് എന്ന് പറയുന്നത്. അതായത് ഈ ക്ലോറോപ്ലാസ്റ്റിന്റെ മെംബ്രെയിൻ സാക്കിനെയാണ് തൈലക്കോയിഡ് എന്ന് പറയുന്നത്. ഈ തൈലക്കോയിഡ് ഇങ്ങനെ അട്ടിക്ക് വെച്ചിട്ടുണ്ടാകുന്നതാണ് എന്ത്? ഗ്രാന എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് പറയും? ഗ്രാന എന്ന് പറഞ്ഞാൽ സ്റ്റാക്സ് ഓഫ് തൈലക്കോയിഡ്സ് എന്ന് പറയും. ക്ലോറോഫിലിസീൻ, അതായത് ഈ ഒരു ഗ്രാനയിലാണ് എന്ത് കാണുന്നത്? ക്ലോറോഫിൽ കാണുന്നത്. അപ്പോൾ ഇവിടെ നോട്ട് ചെയ്യേണ്ട പോയിന്റ്, ഒന്ന് ക്ലോറോപ്ലാസ്റ്റ് നമ്മൾ ഓർത്ത് വെക്കണം, രണ്ടാമത്തേത് ക്ലോറോഫില്ലും ഓർത്ത് വെക്കണം. അപ്പോൾ ക്ലോറോഫിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഫോട്ടോസിന്തസിന് ആവശ്യമായിട്ടുള്ള ഒരു പിഗ്മെന്റ് ആണ്. ഒരു പിഗ്മെന്റ് ആണ് എന്ത്? ക്ലോറോഫിൽ എന്ന് പറയുന്നത്. സോ നമ്മളിവിടെ ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചർ പഠിച്ചു. ഓർക്കണം, എന്തുണ്ട്? ഒരു ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്, ഒരു ഇന്നർ മെംബ്രെയിൻ ഉണ്ട്, ഒരു സ്ട്രോമ ഉണ്ട്, സ്ട്രോമ ലാമെല്ല ഉണ്ട്, തൈലക്കോയിഡ് ഉണ്ട്, ഗ്രാന ഉണ്ട്. ഇനിയാണ് നമ്മൾ ഫോട്ടോസിന്തസിന്റെ ഇമ്പോർട്ടൻറ്റ് പാർട്ടിലേക്ക് വരുന്നത്. അതായത് ഒരു ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സിന് 2 ഫേസ് ഉണ്ട്. അപ്പോൾ ഈ ഫേസ് എന്ന് പറഞ്ഞാൽ എന്താ? 2 സ്റ്റേജ് ഉണ്ടെന്ന് പറയാം. അപ്പോൾ ആദ്യത്തെ സ്റ്റേജിനെയാണ് നമ്മൾ ലൈറ്റ് ഫേസ് എന്ന് പറയുന്നത്. മറ്റൊരു സ്റ്റേജാണ് ഡാർക്ക് ഫേസ് എന്ന് പറയുന്നത്. അപ്പം ഈ ലൈറ്റ് ഫേസ് എന്ന് പറയുന്നത് എവിടെയാണ് നടക്കുന്നത്? ടേക്ക് പ്ലേസ് ഇൻ ഗ്രാന. അപ്പം നമ്മൾ പറഞ്ഞു എന്തായിരുന്നു ഗ്രാന? ഈ തൈലക്കോയിഡ്സിന്റെ സ്റ്റാക്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗ്രാന എന്ന് പറയുന്നത്. ഈ ലൈറ്റ് റിയാക്ഷൻ അല്ലെങ്കിൽ ലൈറ്റ് സ്റ്റേജ് അല്ലെങ്കിൽ ലൈറ്റ് ഫേസ് നടക്കുന്നത് എവിടെയാണ്? ഈ ഒരു ഗ്രാനയിൽ വെച്ചിട്ടാണ്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ടേക്ക് പ്ലേസ് ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ്. അപ്പോൾ ആ ഒരു പേരിൽ തന്നെ ഉണ്ട് ലൈറ്റ് ഫേസ്. അപ്പോൾ ലൈറ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈറ്റ് ആവശ്യമുണ്ട് അല്ലേ? അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? ടേക്ക് പ്ലേസ് ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ്. അപ്പോൾ സൺലൈറ്റിന്റെ പ്രസൻസിലാണ് അത് നടക്കുക. ഈ ഒരു സ്റ്റേജ് നടക്കുന്നത്, ലൈറ്റ് ഫേസ് എന്ന് പറയുന്ന സ്റ്റേജ് നടക്കുക എപ്പോഴാണ്? ഈ സൺലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അത് നടക്കുള്ളൂ. അടുത്ത പോയിന്റ് എന്താണ്? വാട്ടർ ടു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. അതായത് ഇവിടെ വാട്ടർ, വെള്ളം, ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. വാട്ടറിന്റെ കെമിക്കൽ ഫോമുല എന്താണ്? H2O. അതായത് 2 ഹൈഡ്രജനും 1 ഓക്സിജനും. അപ്പൊ ഈ ലൈറ്റ് ഫേസിൽ എന്താണ് നടക്കുന്നത്? ഈ വാട്ടർ അതിന്റെ കോമ്പണൻസ് ആയിട്ടുള്ള ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അല്ലേ? എക്സ്പെൽ ഓക്സിജൻ. അപ്പൊ ഇങ്ങനെ വാട്ടർ ഹൈഡ്രജനും ഓക്സിജനും ആയിട്ട് മാറുന്ന സമയത്ത് ആ ഓക്സിജനെ പുറത്തേക്ക് വിടുന്നു. അതാണ് ഇവിടെ പറയുന്നത് എക്സ്പെൽ ഓക്സിജൻ. ഇപ്പൊ ലൈറ്റ് ഫേസിൽ എന്താണ് പുറത്തേക്ക് വിടുന്നത്? ഓക്സിജൻ. ആ ഓക്സിജൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? വാട്ടർ മുറിഞ്ഞിട്ട് ഹൈഡ്രജനും ഓക്സിജനും അതിൻ്റെ കോമ്പണൻസ് ആയിട്ടുള്ള ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് മാറിയിട്ട്. അടുത്ത പോയിന്റ് എന്താണ്? ഹൈഡ്രജൻ റീച്ചസ് ടു സ്ട്രോമ. അപ്പോൾ ഈ വാട്ടർ ഹൈഡ്രജനും ഓക്സിജനും ആയിട്ടുള്ള ഓക്സിജൻ എന്താക്കും? പുറത്തേക്ക് വിടും. ഈ ഹൈഡ്രജൻ എങ്ങോട്ട് പോകും? ഈ ക്ലോറോപ്ലാസ്റ്റിലെ സ്ട്രോമയിലേക്ക് പോകും അല്ലേ? സ്ട്രോമ എന്ന് പറയുന്നത് ക്ലോറോപ്ലാസ്റ്റിലെ ഒരു സ്ട്രക്ചറാണ്, നമ്മൾ നേരത്തെ കണ്ടു അല്ലേ? അപ്പോൾ ആ സ്ട്രോമയിലേക്ക് ആരാണ് പോവുക? ഹൈഡ്രജൻ. അടുത്ത പോയിന്റ് എന്താണ്? ATP എനർജി മോളിക്യൂൾ ഈസ് ഫോംഡ്. ഇവിടെ എന്ത് ഫോം ചെയ്യും? ATP. ATP എന്ന് പറഞ്ഞാൽ എനർജിയാണ് അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ATP, ആക്റ്റീവ് ട്രാൻസ്പോർട്ടിന്റെ കേസിൽ എനർജി വേണം, ATP വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഇവിടെ ATP അതായത് എനർജി മോളിക്യൂൾ ATP ഫോം ചെയ്യുന്നുണ്ട്, ഉണ്ടാവുന്നുണ്ട് അല്ലേ? അപ്പോൾ ലൈറ്റ് ഫേസിൽ നമുക്ക് എന്തൊക്കെ പറഞ്ഞു? ലൈറ്റ് ഫേസ് ഗ്രാനയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഇത് സൺലൈറ്റ് ആവശ്യമാണ്. ദെൻ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? വാട്ടർ മുറിഞ്ഞിട്ട് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് മാറുന്നു. ആ ഓക്സിജനെ പുറത്തേക്ക് വിടുന്നു. ആ ഹൈഡ്രജൻ സ്ട്രോമയിലേക്ക് പോകുന്നു. പിന്നെ എന്തുണ്ടാവുന്നു? ATP ഉണ്ടാവുന്നു, അതായത് എനർജി മോളിക്യൂൾ ഉണ്ടാവുന്നു. ഇനി അടുത്ത സ്റ്റേജ് എന്താണ്? ഡാർക്ക് ഫേസ്. ഡാർക്ക് ഫേസിന്റെ ആദ്യത്തെ പോയിന്റ് ടേക്ക് പ്ലേസ് ഇൻ സ്ട്രോമ. ഇത് എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്? ക്ലോറോപ്ലാസ്റ്റിലെ സ്ട്രോമ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ ഡാർക്ക് ഫേസ് നടക്കുന്നത്.
അടുത്ത പോയിന്റ് എന്താണ്? ലൈറ്റ് ഈസ് നോട്ട് നീഡഡ്. അതിൽ തന്നെ ഉണ്ട് അല്ലേ ഡാർക്ക് ഫേസ്. ഡാർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇരുട്ട്. അപ്പം അതിൽ ആ പേരിൽ തന്നെ ഉണ്ട് ഡാർക്ക്. അപ്പോൾ ലൈറ്റ് ആവശ്യമില്ല. സോ ഇവിടെ എന്ത് പറയാം? ലൈറ്റ് ഈസ് നോട്ട് നീഡഡ്. ലൈറ്റ് ആവശ്യമില്ല. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? ഹൈഡ്രജൻ ആൻഡ് എനർജി റിക്വയർഡ് ഫോർ ദിസ് ഫേസസ് ഒബ്റ്റെയിൻ ഫ്രം ലൈറ്റ് ഫേസ്. അതായത് ഈ ഡാർക്ക് ഫേസിന് ഹൈഡ്രജനും അതേപോലെ ATP യും വേണം. ഈ ഹൈഡ്രജനും ATP യും ആരുണ്ടാക്കുന്നുണ്ട്? ലൈറ്റ് ഫേസിന്റെ സമയത്ത് ഉണ്ടാക്കുന്നുണ്ട് അല്ലെ. വാട്ടർ മൂർന്നിട്ട് ഹൈഡ്രജനും ഓക്സിജനും ആയിട്ട് മാറുന്നുണ്ട്. ആ ഹൈഡ്രജനെ ആർക്കെടുക്കാം? ഈ ഡാർക്ക് ഫേസിന് ഉപയോഗിക്കാം. അതേപോലെ തന്നെ ലൈറ്റ് ഫേസിൽ ATP യും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ ATP യും ആർക്കെടുക്കാം? ഈ ഡാർക്ക് ഫേസിന് എടുക്കാം. അതാണ് ഇവിടെ പറഞ്ഞത്. ഹൈഡ്രജൻ ആൻഡ് എനർജി ATP required for this phases obtained from light phase. ഹൈഡ്രജനും ATP യും എവിടെ നിന്നാണ് കിട്ടുന്നത്? ലൈറ്റ് ഫേസിൽ നിന്നാണ് കിട്ടുന്നത്. അടുത്ത എന്താണ് പറയുന്നത്? ഹൈഡ്രജൻ പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് ഗിവ്സ് ഗ്ലൂക്കോസ്. അതായത് ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും കൂടിയിട്ട് ഇവിടെ എന്ത് കിട്ടുന്നു? ഗ്ലൂക്കോസ് കിട്ടുന്നു. അപ്പം ഡാർക്ക് ഫേസിൽ നമ്മൾ പറഞ്ഞ പോയിന്റ്സ്, ഒന്ന് ഡാർക്ക് ഫേസ് സ്ട്രോമയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. രണ്ടാമത്തേത് ഇതിന് ലൈറ്റ് ആവശ്യമില്ല. മൂന്നാമത്തേത് ഇതിന് ആവശ്യമായിട്ടുള്ള ഹൈഡ്രജനും അതേപോലെ എനർജി മോളിക്യൂൾ അതായത് ATP യും ലൈറ്റ് ഫേസിൽ നിന്നാണ് എടുക്കുന്നത്. നാലാമത്തേത് എന്താണ്? ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും കൂടിയിട്ട് എന്ത് കിട്ടുന്നു? ഗ്ലൂക്കോസ് കിട്ടുന്നു. ഇനി നമുക്ക് ഫോട്ടോസിന്തസിസിന്റെ റിയാക്ഷൻ നോക്കാം. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും സൺലൈറ്റിന്റെ പ്രസൻസിൽ ഗ്ലൂക്കോസും ഓക്സിജനുമായി മാറുന്നു. അപ്പൊ നമ്മൾ ഫോട്ടോസിന്തസിസ് എന്ന് കേട്ടാൽ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരേണ്ടത് ഈ കാര്യമാണ്. അതായത് 6 കാർബൺ ഡൈ ഓക്സൈഡും 6 വാട്ടറും കൂടിയിട്ട് 6CO2 + 6H2O. സൺലൈറ്റ് അല്ലെ, സൺലൈറ്റിന്റെ പ്രസൻസിൽ അവിടെ എന്ത് വേണം? സൺലൈറ്റ് ആവശ്യമാണ്. ആ സൺലൈറ്റിന്റെ പ്രസൻസിൽ C6H12O6. അപ്പോൾ ഗ്ലൂക്കോസിന്റെ കെമിക്കൽ ഫോർമുല എന്താണ്? C6H12O6. സി എന്ന് പറഞ്ഞാൽ എന്താണ്? കാർബൺ. H എന്ന് പറഞ്ഞാൽ എന്താ? ഹൈഡ്രജൻ. O എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്സിജൻ. അപ്പം C6H12O6ഉം പ്ലസ് 6O2 പ്ലസ് 6 ഓക്സിജനും നമുക്ക് കിട്ടുന്നുണ്ട്. ഫോട്ടോസിന്തസിസിന്റെ കോമ്പണൻസ് എന്തൊക്കെയാന്ന് നോക്കാം. ലൈറ്റ്, ക്ലോറോഫിൽ, ക്ലോറോപ്ലാസ്റ്റ്, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ ആൻഡ് എൻസൈംസ്. അപ്പം ഈ ഫോട്ടോസിന്തസിസിൽ കുറച്ച് എൻസൈംസും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഫോട്ടോസിന്തസിസിന്റെ ഒരു കോമ്പണന്റ് ആണ് എന്തൊക്കെ? ലൈറ്റ് ഉണ്ട്, ക്ലോറോഫിൽ ആവശ്യമാണ്, ക്ലോറോപ്ലാസ്റ്റ് ആവശ്യമാണ്, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, എൻസൈംസ്. ഇതൊക്കെ എന്തിനു വേണം? ഫോട്ടോസിന്തസിസിന് വേണം. അതുകൊണ്ടാണ് കോമ്പണൻസ് ഓഫ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഇനിയും കൂടുതൽ കാര്യങ്ങൾ അതിന് വേണം. അപ്പൊ ജസ്റ്റ് ഇതെങ്കിലും നിങ്ങൾ ഓർക്കുക. ലൈറ്റ്, ക്ലോറോഫിൽ, ക്ലോറോപ്ലാസ്റ്റ്, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ ആൻഡ് എൻസൈംസ്. നമ്മൾ പറഞ്ഞു ഫോട്ടോസിന്തസിസ് വഴി എന്തൊക്കെ കിട്ടുന്നുണ്ട്? ഗ്ലൂക്കോസും ഓക്സിജനും കിട്ടുന്നുണ്ട്. അപ്പൊ ഈ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് സൊല്യൂബിൾ ഇൻ വാട്ടർ ആണ്. അതായത് വാട്ടറിൽ, വെള്ളത്തിൽ പെട്ടെന്ന് ലയിച്ചു പോകും. നമ്മൾ കുറച്ച് വെള്ളം എടുത്ത് അതിൽ ഉപ്പിട്ടാൽ അല്ലെ പഞ്ചസാര ഇട്ടാൽ എന്താവും? അത് പെട്ടെന്ന് അതിൽ അലിഞ്ഞു പോകൂലേ. അതാണ് ഈ സൊല്യൂബിൾ എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം. അപ്പൊ ഈ ഗ്ലൂക്കോസ് പെട്ടെന്ന് വെള്ളത്തിൽ സൊല്യൂബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഈ പ്ലാന്റ്സ് ഈ ഗ്ലൂക്കോസ് ആയിട്ട് തന്നെ അതിന്റെ ശരീരത്തിൽ സൂക്ഷിക്കൂല, സ്റ്റോർ ചെയ്യൂല. ആ ഗ്ലൂക്കോസിനെ എന്താക്കി മാറ്റും? സ്റ്റാർച്ച് ആക്കി മാറ്റും. സ്റ്റാർച്ച് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ പെട്ടെന്ന് ലയിച്ചു പോവില്ല. അത് വെള്ളത്തിൽ ലയിക്കാത്ത ഒരു സംഭവമാണ്. ഇൻസൊല്യൂബിൾ ഇൻ വാട്ടർ ആണ്. ഇൻസൊല്യൂബിൾ എന്ന് പറഞ്ഞാൽ ലയിക്കാത്തത് എന്നർത്ഥമാണ്. അപ്പൊ അത് വെള്ളത്തിൽ ലയിക്കൂല. അതുകൊണ്ട് തന്നെ ഈ ഗ്ലൂക്കോസിനെ പ്ലാന്റ്സ് എന്താക്കി മാറ്റും? സ്റ്റാർച്ച് ആക്കി മാറ്റും. ഈ സ്റ്റാർച്ച് പിന്നെ മുറിഞ്ഞ് ഓരോരോ ന്യൂട്രിയൻസ് ആയിട്ട് മാറും. എന്തൊക്കെയാണ്? സുക്രോസ് ആയി മാറാം, മാൾട്ടോസ് ആയി മാറാം, ഫ്രക്ടോസ് ആയി മാറാം. സുക്രോസ്, ഫ്രക്ടോസ്, മാൾട്ടോസ്, സ്റ്റാർച്ച്, ഗ്ലൂക്കോസ് ഇതൊക്കെ എന്താണ്? കാർബോഹൈഡ്രേറ്റ് ആണ്. നമ്മള് ബയോമോളിക്യൂൾസ് പഠിച്ച സമയത്ത് കാർബോഹൈഡ്രേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. എന്താണ് കാർബോഹൈഡ്രേറ്റ്? ഒരു ബയോമോളിക്യൂൾ ആണ്. അതിന്റെ എക്സാമ്പിളിന്റെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെ? ഫ്രക്ടോസ്, സുക്രോസ്, മാൾട്ടോസ്. അപ്പൊ ഈ സ്റ്റാർച്ചും ഗ്ലൂക്കോസും ഫ്രക്ടോസും മാൾട്ടോസും ഒക്കെ എന്താണ്? കാർബോഹൈഡ്രേറ്റ് ആണ്. മറ്റ് ന്യൂട്രിയൻസ് ഏതൊക്കെയാണ്? വൈറ്റമിൻസ് ഒരു ന്യൂട്രിയന്റ് ആണ്, മിനറൽസ് ഒരു ന്യൂട്രിയന്റ് ആണ്, വാട്ടർ, ഫാറ്റ്, പ്രോട്ടീൻ ഇതൊക്കെ എന്താണ്? ന്യൂട്രിയൻസ് ആണ്. ഇനി നമുക്ക് നോക്കാം, പ്ലാന്റ്സ് മെറ്റബോളിസം നടത്തിയിട്ട്
എന്തുണ്ടാവുന്നുണ്ട്? ന്യൂട്രിയൻസ് ഉണ്ടാവുന്നുണ്ട്. അതായത് ഈ സ്റ്റാർച്ച് മുറിഞ്ഞിട്ട് എന്തൊക്കെ കിട്ടുന്നുണ്ട്? സുക്രോസ്, ഫ്രക്ടോസ്, മാൾട്ടോസ് ഒക്കെ കിട്ടുന്നുണ്ട്. ഇതൊക്കെ എന്താണ്? ന്യൂട്രിയന്റ് ആണ്. അല്ലാണ്ട് മറ്റ് ന്യൂട്രിയൻസ് ഏതൊക്കെയാണ്? വൈറ്റമിൻസ്, മിനറൽസ്, ഫാറ്റ്, ഇതൊക്കെ നമ്മൾ ന്യൂട്രിയൻസ് നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പോൾ ഈ പ്ലാന്റ്സ് മെറ്റബോളിസം നടത്തിയിട്ട് എന്ത് തരുന്നുണ്ട്? ന്യൂട്രിയൻസ് തരുന്നുണ്ട്. ഈ ന്യൂട്രിയൻസ് ഫുഡിലൂടെ ഹെർബിവോറസിൽ എത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പുതിയൊരു വേർഡ് കണ്ടെത്തി, ഹെർബിവോറസ്. എന്താണ് ഹെർബിവോറസ് എന്ന് പറഞ്ഞാൽ? ദ ഓർഗാനിസം വിച്ച് ഓൺലി ഡിപ്പെൻഡ് ഓൺ ദ പ്ലാന്റ്സ്. അതായത് അവരുടെ ഫുഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്ലാന്റ് ആയിരിക്കും. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഈ മാനിന്റെ കേസ് അല്ലെ, ഡീർ, മാൻ. ഈ മാൻ എന്ന് പറയുന്നത് എന്ത് മാത്രമേ കഴിക്കുള്ളൂ? ഈ പ്ലാന്റ് അല്ലെ, ഓരോരോ ഗ്രാസ്, പുല്ല് മാത്രമേ കഴിക്കുള്ളൂ. അപ്പം ഈ ഡീർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹെർബിവോർ ആണ്. ഹെർബിവോർ എന്ന് പറഞ്ഞാൽ പ്ലാന്റിനെ മാത്രം കഴിക്കുന്ന ഓർഗാനിസത്തിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഹെർബിവോർസ് എന്ന് പറയുന്നത്. ഈ ഹെർബിവോറസിന് അവര് പ്ലാന്റ്സ് കഴിക്കുന്നേരം, അവര് പുല്ല് കഴിക്കുന്ന സമയത്ത് അതിലൂടെ അവർക്ക് എന്ത് കിട്ടും? അവരുടെ ബോഡീന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് കിട്ടുന്നുണ്ട്. അങ്ങനെ ഈ ഹെർബിവോറസിന് പിന്നെ ആര് കഴിക്കുന്നു? കാർണിവോറസ്. അപ്പൊ എന്താണ് കാർണിവോറസ് എന്ന് പറഞ്ഞാല്? കാർണിവോറസ് എന്ന് പറഞ്ഞാല് ഈ പുല്ലും അതേപോലെ അവരെന്ത് ഈ മറ്റ് ജീവികളെയും കഴിക്കുന്നുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഈ സിംഹം, സിംഹം എന്ന് പറഞ്ഞാൽ അത് എന്തിനെ കഴിക്കുന്നുണ്ട്? ഡീറിനെ കഴിക്കുന്നുണ്ട്, മാനിനെ കഴിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ അത്തരം ഓർഗാനിസത്തിനെയാണ് നമ്മൾ കാർണിവോറസ് എന്ന് പറയുന്നത്. ഹെർബിവോറസ് എന്ന് പറഞ്ഞാൽ അവർ പ്ലാന്റ് മാത്രമേ കഴിക്കായിരുന്നു. പക്ഷെ ഈ ലയന്റെ കേസിൽ അവരെന്താണ്? ഈ ഹെർബിവോറസിനെ അവർ കഴിക്കുന്നുണ്ട്, ഈ ഓർഗാനിസത്തിനെ അവർ കഴിക്കുന്നത്. അങ്ങനത്തെ ജീവികളെയാണ് നമ്മൾ കാർണിവോറസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കാർണിവോറസിന് എങ്ങനെ ന്യൂട്രിയൻസ് കിട്ടും? ഈ ഡീറിനെ കഴിക്കുന്ന സമയത്ത് ഈ ഡീറ് പുല്ല് തിന്നുമ്പോൾ ആ പുല്ലിലൂടെ ന്യൂട്രിയൻസ് ഡീറിലെത്തുന്നു. ആ ഡീറിന് പിന്നെ സിംഹം കഴിക്കുന്ന സമയത്ത് ആ ഡീറിൽ കിട്ടിയ ന്യൂട്രിയൻസ് പിന്നെ എങ്ങോട്ട് എത്തുന്നുണ്ട്? സിംഹത്തിലേക്ക് എത്തുന്നത്. ഇങ്ങനെയാണ് ഫുഡ് ചെയിനിലൂടെ ന്യൂട്രിയൻസ് പോകുന്നത്. അപ്പൊ ഇവിടെ പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഓട്ടോട്രോഫ്സ് ആണ്. ഹെർബിവോറസും കാർണിവോറസും ഹെട്രോട്രോഫ്സ് ആണ്. അപ്പൊ ഇവിടെ പുതിയൊരു വേർഡ് കിട്ടി, ഓട്ടോട്രോഫ്സ്, ഹെട്രോട്രോഫ്സ്. അപ്പൊ എന്താണ് ഓട്ടോട്രോഫ്സ് എന്ന് പറഞ്ഞാൽ? These are the organisms which produce food themselves by utilizing energy from environment. അതായത് ഒന്നുമില്ല, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഓട്ടോട്രോഫ്സ് എന്ന് പറഞ്ഞാലും അവര് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാരെയാണ് ഓട്ടോട്രോഫ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ്? പ്ലാന്റ്സ് സ്വന്തമായിട്ടാണ് ഫുഡ് ഉണ്ടാക്കുന്നത്, ആൽഗയും ഫുഡ് ഉണ്ടാക്കുന്നത് സ്വന്തമായിട്ടാണ്. ഏത് പ്രോസസ്സിലൂടെയാണ്? ഫോട്ടോസിന്തസിസിലൂടെ. രണ്ടാമത്തത് ഹെട്രോട്രോഫ്സ്. These are the organisms that cannot produce their own food and depends on other organisms for nutrition. അതായത് ഇവർക്ക് സ്വന്തമായി ഫുഡ് ഉണ്ടാക്കാൻ പറ്റൂല, അവര് മറ്റു ഓർഗാനിസത്തിനെ അവര് ആശ്രയിക്കുന്നുണ്ട്. എക്സാമ്പിൾ ആയിട്ട് ആനിമൽസ് ആൻഡ് ഫംഗി. ഇനി നമ്മൾ നോക്കുന്നത് ഓഷ്യൻ എ വണ്ടർ ആണ്. അതായത് നമ്മുടെ ഈ സമുദ്രം എന്ന് പറഞ്ഞാൽ, കടൽ എന്ന് പറഞ്ഞാൽ ഒരു അതിശയം തന്നെയാണ് അല്ലെ? അതില് പല പല ജീവികളുണ്ട്, പല പല പ്ലാന്റ്സ് ഉണ്ട്, പല പല മൈക്രോ ഓർഗാനിസം ഉണ്ട്. അപ്പൊ ഇതൊക്കെ കൂടിയിട്ടുള്ള ഒരു വണ്ടർഫുൾ പ്ലേസ് ആണ് ഈ ഓഷ്യൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? 3/4 ഓഫ് ദ എർത്ത് ഈസ് ഓഷ്യൻ. നമ്മുടെ ഭൂമിയുടെ 3/4 ഭാഗം എന്ന് പറയുന്നത്, 3/4 ഓഫ് ദ എർത്ത് എന്ന് പറയുന്നത് എന്താണ്? ഓഷ്യൻ ആണ്. എന്താണ്? ഇൻക്ലൂഡ് ലാക്ക് ഓഫ് സ്പീഷീസ് ആൻഡ് ഹാബിറ്റേറ്റ്. അതായത് ഈ കടലിൽ കുറേ വാസസ്ഥലങ്ങളും കുറേ സ്പീഷീസും ഉണ്ട് അല്ലേ? അതായത് കുറേ മത്സ്യങ്ങൾ, മൈക്രോ ഓർഗാനിസംസ്, പ്ലാന്റ്സ്, ദെൻ അവർ നിൽക്കുന്ന സ്ഥലങ്ങൾ അല്ലെ, അവരുടെ ഹാബിറ്റേറ്റ്സ്, അങ്ങനെ കുറേ ലാക്സ് ഓഫ് സ്പീഷീസ് ആൻഡ് ഹാബിറ്റേറ്റ്സ് ഈ ഓഷനിലുണ്ട്. An ocean is divided into 3 zones. ഈ ഓഷനെ നമുക്ക് 3 സോൺസ് ആക്കി തിരിക്കാം. ഏതൊക്കെയാണ്? യൂഫോട്ടിക് സോൺ, ഡിസ്ഫോട്ടിക് സോൺ, എഫോട്ടിക് സോൺ. യൂഫോട്ടിക് സോൺ എന്ന് പറഞ്ഞാൽ ഫ്രം സർഫസ് ടു 200 മീറ്റർ ഡെപ്ത്. അതായത് അതിൻ്റെ സർഫസിൽ നിന്ന് 200 മീറ്റർ താഴേക്ക്, സർഫസിൽ നിന്ന് 200 മീറ്റർ താഴേക്ക്. ഇവിടെ നമുക്ക് ചിത്രത്തിൽ കാണാം 200 മീറ്റർ താഴേക്കുള്ള സ്ഥലത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? യൂഫോട്ടിക് സോൺ എന്ന് പറയുന്നത്.
ലാർജ് ഓർഗാനിസം ലിവ് ഇൻ ദിസ് ഏരിയ. അപ്പോൾ ഈ ഒരു യൂഫോട്ടിക് സോണിലാണ് ഏറ്റവും കൂടുതൽ ഓർഗാനിസത്തിന് നമുക്ക് കാണാൻ പറ്റുന്നത്. പ്ലെന്റി ഓഫ് സൺലൈറ്റ് ഗെറ്റ്, അതായത് ഇവിടെ ഇത് സർഫസിനോട് കൂടിയിട്ടാണ്, ചേർന്നിട്ടാണ് ഈ സ്ഥലം ഉള്ളത് അല്ലേ. അതായത് സർഫസിന്റെ ജസ്റ്റ് 200 മീറ്റർ താഴം വരെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എന്താണ്, ഇവിടെ കൂടുതൽ സൺലൈറ്റ്, ഈ സണ്ണിൽ നിന്ന് വരുന്ന പ്രകാശം കൂടുതൽ എങ്ങോട്ട് കിട്ടുന്നുണ്ട്, ഈ യൂഫോട്ടിക് സോണിലേക്ക് കിട്ടുന്നുണ്ട്. രണ്ടാമത്തേതാണ് ഡിസ്ഫോട്ടിക് സോൺ എന്ന് പറയുന്നത്. ബിലോ 200 മീറ്റർ ടു 1000 മീറ്റർ, അതായത് ഈ യൂഫോട്ടിക് സോണിന്റെ ലാസ്റ്റ് 200 മീറ്റർ മുതൽ താഴോട്ട് 1000 മീറ്റർ വരെ ഉള്ളതാണ് ഡിസ്ഫോട്ടിക് സോൺ എന്ന് പറയുന്നത്. എക്സിസ്റ്റ് പ്ലാന്റ് സെന്റേർഡ് വെബ് ഓഫ് ലൈഫ്. അപ്പൊ ഇവിടെ എന്താണ്, പ്ലാന്റ് സെന്റേർഡ് വെബ് ഓഫ് ലൈഫ്, അതായത് ഈ പ്ലാന്റ്സിനെ ആശ്രയിക്കുന്ന ജീവികളായിരിക്കും ഇവിടെ കൂടുതലായിട്ട് കാണുന്നത്. ഈ യൂഫോട്ടിക് സോണിനെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് ഡിസ്ഫോട്ടിക് സോണിൽ കുറച്ച് കുറവായിരിക്കും ഓർഗാനിസം ഉണ്ടാകുന്നത്. ലൈറ്റ് അവൈലബിലിറ്റി ഈസ് ലിമിറ്റഡ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഈ യൂഫോട്ടിക് സോണിന് സർഫസിനോട് കൂടുതൽ അടുത്തത് കൊണ്ട് അവിടെ കൂടുതൽ സൺലൈറ്റ് കിട്ടും. പക്ഷേ ഈ ഡിസ്ഫോട്ടിക് സോണിൽ ഈ ലൈറ്റ് അവൈലബിലിറ്റി എന്ന് പറഞ്ഞത്, അതായത് ഈ പ്രകാശം കിട്ടുന്നത് കുറച്ച് കുറവാണ്. ഇനി അടുത്ത സോൺ ഏതാണ്, എഫോട്ടിക് സോൺ, ബിലോ 1000 മീറ്റർ. അതായത് ഡിസ്ഫോട്ടിക് സോണിന്റെ ആ 1000 മീറ്റർ മുതൽ താഴോട്ടുള്ളതിനെയാണ് എന്തെന്ന് പറയുന്നത്, എഫോട്ടിക് സോൺ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് പിക്ചറിൽ 3 സോൺസും കാണാം, യൂഫോട്ടിക് സോൺ, ഡിസ്ഫോട്ടിക് സോൺ, എഫോട്ടിക് സോൺ. ഇനി എന്താണ് എഫോട്ടിക് സോണിനെ കുറിച്ച് പറയുന്നത്, സൺലൈറ്റ് വെരി ലെസ്. അപ്പൊ ഇവിടെ എന്താണ്, സൺലൈറ്റ് വളരെ കുറവായിരിക്കും ഉണ്ടാവുക. ഓർഗാനിസം ദാറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ലൈറ്റ് ഈസ് പ്രസന്റ്. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ സൺലൈറ്റ് വളരെ കുറവായതുകൊണ്ട് ഈ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ചില മീനുകൾ നമ്മൾ ഓരോ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ ലൈറ്റ് അല്ലെ പ്രകാശം ഉണ്ടാക്കാൻ കഴിയുന്ന മത്സ്യങ്ങളുണ്ട്, ഓർഗാനിസം ഉണ്ട് അല്ലെ, ഫിഷ് ഉണ്ട് എന്നൊക്കെ. അപ്പം അത്തരം ഫിഷുകളൊക്കെ കാണുന്ന സോണിനെയാണ് എഫോട്ടിക് സോൺ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ 3 സോൺസ് ഏതൊക്കെയാ പറഞ്ഞത്, യൂഫോട്ടിക് സോൺ, ഡിസ്ഫോട്ടിക് സോൺ, എഫോട്ടിക് സോൺ. ഇനി എന്താ പറയുന്നത്, ആനിമൽസ് ഇൻ ദ എഫോട്ടിക് സോൺ ഫീഡ് ഡെഡ് റിമൈൻഡ്സ് ഓഫ് ഓർഗാനിസം ഇൻ ഡിസ്ഫോട്ടിക് സോൺ. അതായത് ഈ ഡിസ്ഫോട്ടിക് സോണിൽ ചത്ത് കിടക്കുന്ന ഓർഗാനിസത്തിനെ ആയിരിക്കും എഫോട്ടിക് സോണിലെ ആളുകൾ, അതായത് അവിടുത്തെ ഓർഗാനിസം കഴിക്കുന്നത്. ഇനി നമുക്ക് പറയാം എക്കോണമിക് ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാന്റ്സ്. പ്ലാന്റ്സ് എന്ന് പറയുന്നത് ജസ്റ്റ് ന്യൂട്രിയൻസ് തരുന്നു, ഓക്സിജൻ തരുന്നു, ഈ കാര്യങ്ങൾ മാത്രമല്ല, ഇത് നമുക്ക് കുറച്ച് എക്കോണമിക് ഇമ്പോർട്ടൻസും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. റബ്ബർ ലാറ്റക്സ്, അതായത് നമ്മൾ ഈ റബ്ബർ അല്ലെ, റബ്ബർ മുറിച്ചാൽ നമുക്ക് അതിലെന്ത് കിട്ടും, റബ്ബർ ലാറ്റക്സ് കിട്ടും അല്ലേ, ഈ റബ്ബർ പാൽ എന്നൊക്കെ പറയും, അത് നമുക്ക് കിട്ടും. അപ്പോൾ അതെന്താണ്, ഒരു എക്കോണമിക് ഇമ്പോർട്ടൻ്റ് ആണ്, പ്ലാന്റ് തരുന്ന ഒരു എക്കോണമിക് ഇമ്പോർട്ടൻസ് ആണ് ഈ ഒരു റബ്ബർ ലാറ്റക്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്താണ്, മെഡിസിൻ. ചില പ്ലാന്റ്സ് എന്ന് പറയുന്നത് മെഡിസിൻ ആണ് അല്ലെ, അലോവേര ജെല്ല്, നീം, ഇതൊക്കെ എന്താണ്, നമ്മൾ മെഡിസിൻ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. സോ പ്ലാന്റ് നമുക്ക് മെഡിസിൻ ആയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്ത എന്താണ്, ബയോ പെസ്റ്റിസൈഡ്സ് ആണ്. ഇനി എന്താണ്, ടീ ആൻഡ് കോഫി ഡ്രിങ്ക്സ്. അതായത് പ്ലാന്റ്സിൽ നിന്ന് നമുക്ക് ടീ ഉണ്ടാക്കാം, ചായയും അതേപോലെ കാപ്പിയും അല്ലെ, കോഫി. അടുത്തത് എന്താണ്, സ്പൈസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കറിയിലൊക്കെ ഇടുന്ന കറുകപ്പട്ട അതുപോലെ കാര്യങ്ങളില്ലേ, അപ്പോൾ അതൊക്കെ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്, പ്ലാന്റ്സിൽ നിന്നാണ് കിട്ടുന്നത്. സോ പ്ലാന്റ്സിന്റെ എക്കോണമിക് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, ഒന്ന് റബ്ബർ ലാറ്റക്സ് ആയിട്ട്, 2 മെഡിസിൻ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ബയോ പെസ്റ്റിസൈഡ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, ടീ ആൻഡ് കോഫി ഡ്രിങ്ക്സ് കിട്ടുന്നുണ്ട്, സ്പൈസസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്, പ്ലാന്റ്സിൽ നിന്നുള്ള എക്കോണമിക് ഇമ്പോർട്ടൻസ് ആണ്. അടുത്ത ടോപ്പിക്കാണ് മാൻഗ്രൂവ്സ്. മാൻഗ്രൂവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, കണ്ടൽ കാടുകൾ എന്ന് പറയും. നമുക്ക് ആദ്യത്തെ പോയിന്റ് നോക്കാം. ഫൗണ്ട് വേർ ബാക്ക് വാട്ടർ മീറ്റ് ദ സീ. അപ്പൊ ഈ മാൻഗ്രൂവ്സ് എവിടെയാണ് കാണുന്നത്, ഈ ബാക്ക് വാട്ടർ എന്ന് പറഞ്ഞാൽ കായൽ എന്ന് പറയും, വേമ്പനാട്ട് കായൽ എന്നൊക്കെ കേട്ടില്ലേ, അതേപോലെ ഈ കായലും കടലും കൂടിച്ചേരുന്ന സ്ഥലത്താണ് ഈ മാൻഗ്രൂവ്സ് വളരുക. ഈ കണ്ടൽ കാടുകൾ നമുക്ക് കാണാൻ പറ്റുക. കേരള ഹാവ് 43 സ്പീഷീസ് ഓഫ് മാൻഗ്രൂവ് പ്ലാന്റ്സ്. ഇപ്പോൾ നമ്മുടെ കേരളയിൽ 43 സ്പീഷീസ് ഓഫ് ഈ കണ്ടൽ കാടുകളുണ്ട്. സർവീസ് ടു എൻവിയോൺമെന്റ്. അപ്പൊ എന്തൊക്കെയാണ് ഈ മാൻഗ്രൂവ്സ് നമ്മുടെ നമ്മുടെ പരിസ്ഥിതിക്ക് തരുന്ന സർവീസസ്, അതായത് സഹായങ്ങൾ, സർവീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്താണ് എ സോഴ്സ് ഓഫ് ഫിഷ് വെൽത്ത്. അതായത് ഈ കണ്ടൽ കാടുകൾ
ഉള്ള സ്ഥലത്ത് നിന്ന് നമുക്ക് കൂടുതൽ മീനുകൾ കിട്ടും. അവിടെ കൂടുതൽ മീനുകൾ വളരുന്ന സ്ഥലമാണ് ഈ മാംഗ്രൂവ്സ് ഉള്ള സ്ഥലം എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് എ സ്റ്റോർ ഹൗസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. ഈ ബയോഡൈവേഴ്സിറ്റിയുടെ ഒരു സ്റ്റോർ ഹൗസ് ആണ്. മൂന്നാമത്തെ എന്താണ്? കൺസർവേഷൻ ഓഫ് കോസ്റ്റൽ സോയിൽ. ഈ കണ്ടൽക്കാടുകൾ നിൽക്കുന്ന സ്ഥലത്തുള്ള ആ ഒരു കോസ്റ്റൽ സോയിൽ, മണ്ണ് അങ്ങനെ ഒലിച്ചു പോകുന്നില്ല, ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഈ മാൻഗ്രൂവ്സ് അതിനെ പിടിച്ചു വെക്കും. ഈ കൺസർവേഷൻ ഓഫ് കോസ്റ്റൽ സോയിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് ഡിഫൻസ് എഗെയിൻസ്റ്റ് ഗ്ലോബൽ വാർമിംഗ്. അതായത് ഗ്ലോബൽ വാർമിങ്ങിനെതിരെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ മാൻഗ്രൂവ്സ് എന്ന് പറയുന്നത്. എന്താണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞാൽ? നമ്മുടെ ഭൂമിയുടെ ടെമ്പറേച്ചർ കൂടുന്ന ആ ഒരു അവസ്ഥയല്ലേ, അതിനെയാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. വാഹനങ്ങളിൽ നിന്ന് വരുന്ന കാർബൺ ഡൈ ഓക്സൈഡും അതേപോലെ മീത്തേൻ ഗ്യാസും ഒക്കെ കൂടിയാൽ ഗ്ലോബൽ വാർമിംഗ് വരും. നമ്മുടെ ടെമ്പറേച്ചർ ചൂട് കൂടുന്നൊക്കെ പറയുന്നില്ലേ, ആ ഒരു അവസ്ഥയാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. സോ ഈ മാൻഗ്രൂവ്സ് കുറേ ഉണ്ടായാൽ ഈ ഗ്ലോബൽ വാർമിങ്ങിനെതിരെ ആയിട്ടുള്ള ഒരു ഡിഫെൻസീവ് ആണ്. അടുത്ത പോയിന്റ് എന്താണ്? പ്രിവെൻഷൻ ഓഫ് സുനാമി. അതായത് ഈ സുനാമിക്കെതിരെയും പ്രവർത്തിക്കുന്ന ആളുകളാണ് ഈ മാൻഗ്രൂവ്സ് എന്ന് പറയുന്നത്. ഇവിടെ എന്തൊക്കെയാണ് സർവീസസ് പറഞ്ഞു? ഒന്ന്, എ സോഴ്സ് ഓഫ് ഫിഷ് വെൽത്ത്. രണ്ട്, എ സ്റ്റോർ ഹൗസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. മൂന്ന്, എ കൺസർവേഷൻ ഓഫ് കോസ്റ്റൽ സോയിൽ. നാലാമത്തെ, ഡിഫെൻസ് എഗെയിൻസ്റ്റ് ഗ്ലോബൽ വാർമിംഗ്. അഞ്ചാമത്തെ, പ്രിവെൻഷൻ ഓഫ് സുനാമി. അടുത്തത് എന്താണ്? ഈ മാൻഗ്രൂവ്സ് എന്ന് കേട്ടാൽ, കണ്ടൽ കാടുകൾ എന്ന് കേട്ടാൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരേണ്ട ആളിന്റെ പേരാണ് കല്ലേൻ പൊക്കുടൻ എന്ന് പറയുന്നത്. 1937 to 2015. അദ്ദേഹം ജനിച്ചത് 1937, മരണപ്പെട്ടത് 2015. എൻവിയോൺമെന്റലിസ്റ്റ്. അദ്ദേഹം ഒരു പരിസ്ഥിതി പ്രവർത്തകനായിരുന്നു. അടുത്തെന്താണ്? ഹീസ് കോൾഡ് കണ്ടൽ പൊക്കുടൻ. അദ്ദേഹത്തിനെ വിളിച്ചിരുന്ന പേരെന്തായിരുന്നു? കണ്ടൽ പൊക്കുടൻ. അപ്പൊ എന്തുകൊണ്ടായിരിക്കും കണ്ടൽ പൊക്കുടൻ എന്ന പേര് വന്നത്? അതായത് ഈ കണ്ടൽ കാടുകൾ, മാൻഗ്രൂവ്സിനെയൊക്കെ സ്നേഹിച്ച ഒരു മനുഷ്യനായിരുന്നു ഈ കല്ലേൻ പൊക്കുടൻ എന്ന് പറയുന്ന അദ്ദേഹം. ഹി ഹാഡ് പ്ലാന്റഡ് മോർ ദാൻ 1 lakh മാൻഗ്രൂവ് സാപ്ലിങ്സ്. അതായത് ഈ കല്ലേൻ പൊക്കുടന് 1,00,000 കൂടുതൽ കണ്ടൽ കാടുകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. He proved his love for nature through mangrove preservation. അതായത് ഈ കല്ലേൻ പൊക്കുടൻ പരിസ്ഥിതിയോടുള്ള സ്നേഹം കാട്ടിയത് ഏത് രൂപത്തിലാണ്? ഈ മാൻഗ്രൂവ്സ്, കണ്ടൽ കാടുകൾ വെച്ച് പിടിപ്പിച്ചിട്ടും അതിനെ സംരക്ഷിച്ചിട്ടുമാണ്. ഹിസ് ഓട്ടോബയോഗ്രഫി, ഹിസ് ടൈറ്റിൽ മൈ ലൈഫ് എമോങ് മാൻഗ്രൂവ്സ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയാണ്, അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരെന്താണ്? മൈ ലൈഫ് എമോങ് മാൻഗ്രൂവ്സ്. സോ അത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. ടു ലൈഫ് പ്രോസസ്സസ് നമ്മൾ ഇതിൻ്റെ 3 പാർട്ടാക്കിയിട്ടാണ് ഷോർട്ട് നോട്ട് അപ്ലോഡ് ചെയ്തത്. ഇപ്പം എടുത്ത പോർഷൻ്റെ ടെക്സ്റ്റ് ബുക്ക് എക്സ്പ്ലനേഷൻ അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യും. അതുപോലെ തന്നെ ലെറ്റേഴ്സ് ആക്സസ് പോർഷനും അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം ഇത്രയും പാർട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. പിന്നെ അതേപോലെ നിങ്ങളുടെ കമൻസ് നിങ്ങൾ രേഖപ്പെടുത്തണം. എന്തെങ്കിലും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും മനസ്സിലാവാത്ത രീതിയിലുണ്ടെങ്കിൽ നിങ്ങളത് തീർച്ചയായും കമൻറ്റിലൂടെ പറയണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കണം. അതായത് അവർക്കും ഇത് യൂസ്ഫുൾ ആയാലും ഒരു വലിയ സന്തോഷം തന്നെയാണ് അല്ലേ. സോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ.